ഹലോ, എങ്ങനെയാണ് സിമ്പിളായിട്ടൊരു കൗൾ നെക്ക് ചെയ്യാൻ പറ്റുന്നത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നെക്ക് നമുക്ക് മാർക്ക് ചെയ്യാം. 3.25 ഞാൻ എടുത്തേക്കുന്നത്. അത് കഴിഞ്ഞ് ഷോൾഡർ മാർക്ക് ചെയ്തെടുക്കുവാണ്. 7 ആണ് ഞാൻ എടുത്തേക്കുന്ന മെഷർമെൻറ്റ്. എത്രയാണോ ഷോൾഡർ വിഡ്ത്ത് വരുന്നത് അതിൻ്റെ നേർപകുതിയാണ് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം ആം ഹോളാണ് മാർക്ക് ചെയ്യുന്നത്. എനിക്ക് വന്നിട്ട് 6.5 ആണ്. അത് ഞാൻ മാർക്ക് ചെയ്തെടുക്കുവാണേ. ആം ഹോൾ റൗണ്ട് എത്രയാണോ അതിനോട് 1.5 ഇഞ്ചും കൂടെ ആഡ് ചെയ്തിട്ട് ആ കിട്ടുന്ന ആൻസറിൽ നിന്ന് നേർപകുതിയാണ് എടുക്കുന്നത്. ആ പോയിന്റിൽ നിന്ന് ഹൊറിസോണ്ടലായിട്ട് ഒരു ലൈൻ നമ്മൾ വരയ്ക്കുകയാണ്. അതാണ് നമ്മുടെ ചെസ്റ്റ് മാർക്ക് ചെയ്യാൻ പോകുന്ന ലൈൻ. ചെസ്റ്റ് മെഷർമെന്റ് വന്നിട്ട് ചെസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ 4 പ്ലസ് 0.75 ലൂസും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു ഇക്വേഷൻ വരുന്നത്. എനിക്ക് വന്നിട്ടുള്ളത് 10 ആണ്. അത് ഞാൻ മാർക്ക് ചെയ്തു. അതിനുശേഷം ഷോൾഡറിൽ നിന്ന് ഒരു 14 ഇഞ്ച് ലെങ്ത് താഴെ മാർക്ക് ചെയ്ത് ഹൊറിസോണ്ടലായിട്ട് ഒരു ലൈൻ വരയ്ക്കുന്നു. അതാണ് നമ്മുടെ വേസ്റ്റ് ലൈൻ വരുന്നത്. ഏറ്റവും ഷേപ്പുള്ള ഭാഗം ആ റൗണ്ട് എടുത്തിട്ട് അതിനെ 4 ഡിവൈഡ് ചെയ്ത് ആ ഒരു മെഷർമെന്റ് ആണ് നമ്മൾ ഷേപ്പായിട്ട് എടുക്കുന്നത്. പ്ലസ് 0.75 കൂടെ ആഡ് ചെയ്യും. ഇനി നമ്മൾ ആം ഹോളാണ് ജോയിൻ ചെയ്യുന്നത്. ഷോൾഡറിൽ നിന്ന് നമ്മൾ ആം ഹോളിൻ്റെ അവിടെ ചെസ്റ്റിൻ്റെ അവിടെ മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് ഫ്രഞ്ച് കർവ് വെച്ചിട്ട് ഒരു കർവിങ് കൊടുക്കുന്നു. ഈ കർവ് 8.5 ആണ് കിട്ടുന്നത്. അതിനുശേഷം ചെസ്റ്റിൻ്റെ അവിടെ നിന്ന് ഷേപ്പിലേക്കും താഴെ ഹെം ലൈനിലേക്കും ഓരോ ലൈൻ വരച്ചിട്ട് 1 ഇഞ്ച് എക്സ്ട്രാ ലൂസും കൂടെ നമ്മൾ സീം എലമെൻറ്റ്സ് ആയിട്ട് മാർക്ക് ചെയ്യുകയാണ്. എന്നിട്ട് ആ പാറ്റേൺ കട്ട് ചെയ്തെടുത്തു. ഇപ്പോൾ നമ്മുടെ പാറ്റേൺ എല്ലാം കട്ട് ചെയ്തു. ഇനി ഇപ്പോൾ നമുക്ക് ഒരു പീസ് മാത്രമേ ആയിട്ടുള്ളൂ. ഇത് വെച്ച് നമുക്ക് ബാക്ക് പോർഷൻ ചെയ്യാം. പക്ഷേ ഫ്രണ്ട് പോർഷനായിട്ട് ഈ സെയിം തന്നെ ഒരു പാറ്റേണും കൂടെ വേണം. അങ്ങനെ 2 പാറ്റേണായി നമ്മൾ കട്ട് ചെയ്തെടുത്തു. ആ കൂടെ നെക്ക് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. 2.5 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്തിട്ട് അതൊരു നെക്കിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. റൗണ്ട് നെക്കാണ് കൊടുത്തേക്കുന്നത്. ഈ 2 പാറ്റേണും മെയിൻ മെറ്റീരിയലിലേക്ക് വെച്ചിട്ട് നമുക്ക് ബാക്ക് പോർഷൻ കട്ട് ചെയ്തെടുക്കാം. ഇനി ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻ മെറ്റീരിയൽ വെച്ചിട്ട് അതിൻ്റെ മേളിൽ പാറ്റേണിൻ്റെ താഴത്തെ സെൻറ്റർ പോർഷൻ ഒന്നിച്ച് വെച്ച് മേളിൽ നെക്കിൻ്റെ ഭാഗം ഒരു 15 ഇഞ്ച് ഗ്യാപ്പിൽ പ്ലേസ് ചെയ്യുക. പിന്നെ ഷോൾഡറിൻ്റെ 2 ടിപ്പും തമ്മിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് ജോയിൻ ചെയ്യുക. ഇത്രേ ഉള്ളൂ. ഇത് നമുക്കിനി കട്ട് ചെയ്തെടുക്കാം. മെറ്റീരിയലിൻ്റെ സെൻറ്ററിൽ 2 ടോപ്പും ബോട്ടും നമ്മൾ ചെറിയ നോച്ച് കൊടുക്കുകയാണ് സെൻറ്റർ പോർഷൻ മാറിപ്പോയിരിക്കാൻ. അങ്ങനെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും നമ്മൾ കട്ട് ചെയ്തു. ഇനി ലൈനിങ്ങും കൂടെ ഒപ്പം കട്ട് ചെയ്യാം. അങ്ങനെ കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. ആദ്യമേ തന്നെ ഫ്രണ്ട് പോർഷൻ്റെ ലൈനിങ്ങും മെയിൻ മെറ്റീരിയലും തമ്മിൽ റഫ് സൈഡ് വെച്ചിട്ട് ആദ്യമേ ഒരു സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അത് മറിച്ചിട്ടിട്ട് അതൊന്നും കൂടെ ടോപ്പ് സ്റ്റിച്ച് പോലെ കൊടുത്ത് ഫിനിഷിങ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ബാക്ക് പോർഷനും അങ്ങനെ തന്നെയാണ്. നെക്കിൻ്റെ ഒപ്പം തന്നെ ബാക്കി 3 സൈഡും നമുക്ക് ലൈനിങ്ങും മെയിൻ മെറ്റീരിയലും തമ്മിൽ പതിച്ചടിച്ച് വെക്കാം. ഇനി ഫ്രണ്ടും ബാക്കും ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്യാം. അതിനുശേഷം ആം ഹോൾ നമുക്ക് ഫിനിഷ് ചെയ്ത് കൊടുക്കാം. സ്ലീവ്ലെസ് ആയതുകൊണ്ട് നമുക്ക് ഫിനിഷ് ചെയ്താണ് എടുക്കുന്നത്. ബയാസ് പീസ് വെച്ചിട്ട് ഫിനിഷ് ചെയ്തെടുത്തു. ഇനി വേറെ ഒന്നുമില്ല. 2 സൈഡും നമ്മൾ സൈസ് അനുസരിച്ച് സ്റ്റിച്ച് ചെയ്തു. ടോപ്പിൻ്റെ എൻഡ് നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തു. അങ്ങനെ നമ്മുടെ കൗൾ നെക്ക് ടോപ്പ് റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ വീഡിയോ വരുമ്പോൾ കാണാനായി സബ്സ്ക്രൈബ് ചെയ്യുക.